ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഡേ 3 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡേ 3 ആയപ്പം എൻ്റെ വെയിറ്റ് ഇങ്ങനെ കുറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങളുടെ കമൻ്റ് ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടോ, ഇതൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നില്ല. ഒരു കുട്ടി മാത്രം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് എൻ്റെ വെയിറ്റ് കുറയുന്നത് കാണുമ്പോഴാണ് മോട്ടിവേഷൻ എന്ന്. പക്ഷേ എൻ്റെ മോട്ടിവേഷൻ എന്താണെന്നറിയാമോ? നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെയിറ്റ് കുറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയാണ് ഇന്നത്തെ വെയിറ്റ്, നാളെ വന്നിട്ട് അതിൽ നിന്ന് 100 ഗ്രാം കുറഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്കൊരു സന്തോഷം കിട്ടുന്നത്, വീഡിയോ ഇടാൻ തോന്നുന്നതും. അപ്പോൾ ഡെയിലി ഞാൻ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നു അതൊരു 7 മണിക്ക് ഉള്ളിൽ കഴിച്ച് നിർത്തിയിട്ട് രാത്രി തന്നെയാണ് എഡിറ്റ് ചെയ്ത് ആ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. അതുപോലെ നിങ്ങൾ ആ അഭിപ്രായം പറയുമ്പം നാളെയും എനിക്ക് അതുപോലെ ചെയ്യാൻ തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടാതിരിക്കരുത്. അതുപോലെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത്. വീട്ടിൽ നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കുന്ന എന്ത് ഫുഡാണോ അത് തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു കൃത്യസമയത്തിനുള്ളിൽ നമ്മൾ കഴിക്കുന്നു. അത് പോർഷൻ നന്നായിട്ടൊന്നും കട്ട് ചെയ്തിട്ടല്ല, ആവശ്യത്തിന് നമ്മുടെ വയറ് നിറച്ച് കഴിക്കുന്നുണ്ട് നമ്മൾ, എന്നിട്ടും വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് 69.700. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് അറിയാൻ പറ്റും 70 കിലോ ആയിരുന്നു ഞാൻ. അതിൽ നിന്ന് 300 ഗ്രാമാണ് ഒരു ദിവസം കൊണ്ട് കുറഞ്ഞത്. മെനഞ്ഞാന്ന് 70-500 ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആയപ്പോൾ 500 ഗ്രാം കുറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാൻ ഒരു വിധത്തിലും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ വയറ് നിറച്ച് ചോറ് കഴിച്ചിട്ടുണ്ട്. രാവിലെയും അരിയാഹാരം തന്നെയാണ് കഴിച്ചത്. വൈകുന്നേരം മുട്ട കഴിച്ചിട്ടുണ്ട്. അതുപോലെ തണ്ണിമത്തൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചായയും കുടിച്ചിട്ടുണ്ട്. ചായക്കകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്താണ് കുടിച്ചിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ വെയിറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോടൊപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റും കുറയും. അതുപോലെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഫുഡും അവോയ്ഡ് ചെയ്യേണ്ടി വരത്തില്ല. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പിസ്സ, ബർഗർ, പിന്നെ ഫ്രൈഡ് ചിക്കൻ അതുപോലുള്ള ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ മാക്സിമം അതിൻ്റെ അളവ് കുറയ്ക്കുക. പിന്നെ മധുര പലഹാരങ്ങൾ ഒരുപാട്, ഇപ്പം ഞാൻ ചായയിൽ ഒരു ഇച്ചിരി ഷുഗർ ഇട്ടു എന്ന് കരുതി നിങ്ങൾ ലഡുവും ജിലേബിയൊക്കെ ഡെയിലി എടുത്ത് കഴിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തില്ല. മുട്ടായിയൊക്കെ ഡെയിലി കഴിച്ചാൽ, ചോക്ലേറ്റൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് കുറയില്ല. അപ്പം നിങ്ങളതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, ഇഡലി, ദോശ, പുട്ട് ഇതെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വയറ് നിറയുന്ന അത്രയും കുറച്ച് ഒന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടുകാരെ 7 മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കുക. അത് കഴിഞ്ഞ് വിശക്കുവാണെങ്കിൽ ഒരു കുക്കുംബറോ ക്യാരറ്റോ എന്തെങ്കിലും ഒരു ആപ്പിളോ അതിൻ്റെ ഒരു പകുതി ഭാഗമോ അത്രയും കഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. പിന്നെ ഒരു ദിവസം നമ്മൾ 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുകയെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നത്തില്ല. നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കേണ്ട ആ ഒരു സ്വഭാവം തന്നെ മാറിപ്പോകും. പിന്നെ എന്താ, നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉൾപ്പെടുത്താം. ഗ്രീൻ ടീ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വയറ് ഫില്ലാവുകയും ചെയ്യും, പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുപോലെ മോർണിംഗ് ഡ്രിങ്കായിട്ട് ഞാൻ ലെമൺ വാട്ടറാണ് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ജീര വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ അജുവൈൻ ഇട്ട വെള്ളം കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോർണിംഗ് ഡ്രിങ്ക് എടുക്കാം. ഒരു കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ എന്താണ് സ്ട്രിക്റ്റ് ആണിത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെയൊന്നും കരുതാതെ നമ്മളെ കൊണ്ട് പറ്റും. ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന ബേക്കറി ഐറ്റം എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നും ചായയുടെ കൂടെയൊക്കെ. അപ്പോൾ എന്താ, ഒരു 2-3 ചിപ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു മിക്സർ എടുത്ത് കഴിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കഴിക്കാനുള്ള ആഗ്രഹവും മാറും, കഴിച്ചെന്നും ആവും, നമ്മുടെ വെയിറ്റ് കൂടത്തുമില്ല. പിന്നെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടും കുറയാത്തവർക്കാണ് ഞാൻ പറയുന്നത് എന്താണ്, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് മെഷീനിൽ കയറി നിൽക്കുമ്പോഴുള്ള വെയിറ്റും കുറയും. അതുപോലെ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ച് ലോസ് ആവും. എന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ നല്ല ലൂസാവാൻ തുടങ്ങും. അതൊക്കെ കാണുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പോൾ ഞാൻ വലിച്ച് നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉള്ള ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് വളരെ ചുരുക്കത്തിൽ കുറച്ച് ടിപ്പുകളും ഇച്ചിരിയൊക്കെ ഒരു മോട്ടിവേഷൻ പോലെയും പിന്നെ അതുപോലെ
എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നും പറയുന്നത്. ആകെപ്പാടെ നമ്മൾ എന്ത് ചെയ്യുക, 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ വീട്ടിലുള്ള ഫുഡ് പരമാവധി കഴിക്കാൻ നോക്കുക. നാട്ടിലുള്ളവരാണെങ്കിൽ കല്യാണങ്ങളൊക്കെ വരും, അന്നേരം ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ആയിരിക്കും കഴിക്കുന്നത്. അപ്പോൾ രാത്രി എന്ത് ചെയ്യുക, ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ഒരു ഇച്ചിരി കഞ്ഞിയോ അങ്ങനെ ഉള്ള ഫുഡിലേക്ക് മാറുക. അല്ലാതെ ഉച്ചയ്ക്കും ബിരിയാണി കഴിച്ചു രാത്രി പോയിട്ട് പൊറോട്ട ഇറച്ചിയും കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വെയിറ്റ് കുറയത്തില്ല. പിന്നെ ഡെയിലി വെയിറ്റ് നോക്കുമ്പം കൂടി നിൽക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് ഫുഡ് വീണ്ടും വാരി വലിച്ച് കഴിക്കാൻ തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി വെയിറ്റ് നോക്കരുത് ഒരിക്കലും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെയിറ്റ് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ വെയിറ്റ് ഞാൻ ഡെയിലി നോക്കി പറയുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് കണ്ടോ എൻ്റെ 300 ഗ്രാം കുറഞ്ഞു. ഇന്നലെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടും കുറഞ്ഞത് കണ്ടോ. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ, എന്നാലേ എനിക്ക് നാളെ ഞാൻ ഡേ 4 വീഡിയോ ആയിട്ട് വരൂ. പിന്നെ രാത്രിയിൽ വീഡിയോ വരുന്നതെന്ന് വെച്ചാൽ അതാത് ദിവസത്തെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇടുമ്പോഴത്തേക്ക് നാട്ടിലെ അത്രയും സമയമാവുന്നതാണ്. അപ്പോൾ എന്തായാലും പിറ്റേന്നെങ്കിലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. എല്ലാവരും എനിക്ക് കമൻ്റ് ഇടുക. പിന്നെ എല്ലാവർക്കും വെയിറ്റ് കുറഞ്ഞില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. നമ്മൾ ചിലപ്പം വെയിറ്റ് കുറയുന്ന വെയിറ്റിൻ്റെ ഇത് കുറയുന്നില്ലെങ്കിലും നമുക്ക് എന്തായാലും ഫാറ്റ് ലോസ് സംഭവിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് നിന്നാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് നല്ല അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് നോക്കാം. ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തിട്ടില്ല, അതുമാത്രം എനിക്ക് മടിയാണ്. രാവിലെ നടക്കാൻ പോകണമെന്ന് എന്നും വിചാരിക്കും, പക്ഷേ മക്കൾ 6:50 ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സ്കൂളിൽ പോകും. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല. അതെന്തായാലും ഞാൻ ഉൾപ്പെടുത്തും, എന്നാലേ ഇതിലും നല്ല റിസൾട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ എൻ്റെ ഫുഡൊക്കെ കണ്ടോളൂ. അങ്ങനെ മോർണിംഗ് ഡ്രിങ്കിനായിട്ട് 1 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് കുടിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നും ഞാൻ ഇഡലിയാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇഡലി, ദോശ അങ്ങനെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇത് നമുക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ ചട്നി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് മധുരമുള്ള ചായയാണ് കുടിച്ചത്. അപ്പോൾ മധുരം അവോയ്ഡ് ചെയ്ത് കുടിക്കാൻ പറ്റുന്നവർക്ക് മധുരം അവോയ്ഡ് ചെയ്യാം. പിന്നെ നേരെ ലഞ്ചിലേക്കാണ് പോയത്. ലഞ്ചിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ അവിയൽ, മെഴുക്കുവരട്ടി, മോര് ഇതെല്ലാം കൂട്ടിയാണ് ഞാൻ ലഞ്ച് കഴിച്ചത്. പിന്നെ ഞാനൊരു ഈവനിങ്ങിലും മക്കൾ ബാക്കി വെച്ച് ചോറ് ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ വെയിറ്റ് കൂടുമോയെന്ന് അറിയില്ല. പിന്നെ ഡിന്നറായിട്ട് ഞാൻ വാട്ടർമെലനാണ് കഴിച്ചത്. ചോറ് ഒരു നേരം മാക്സിമം കഴിച്ചാൽ മതി. ഇന്നിപ്പോൾ അധികം വന്നപ്പോൾ ഞാൻ കഴിച്ചതാണ്. നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ ഡേ 4 വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.